ഹലോ, ഗുഡ് മോർണിംഗ്. എന്തുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ നമുക്ക് ഇന്നത്തെ യൂണിവേഴ്സൽ ഗൈഡൻസ് എന്താണെന്ന് നോക്കാം. ഇന്നത്തെ ദിവസം എങ്ങനെയുണ്ട്, എന്തെല്ലാം എനർജീസ് ആണുള്ളത്, എന്തെല്ലാം ഗൈഡൻസ് ആണ് നമുക്ക് കിട്ടുന്നത് നോക്കാം. പോസിറ്റീവ് ആയിട്ടിരിക്കണേ. നോക്കാം ഇന്നത്തെ യൂണിവേഴ്സൽ ഗൈഡൻസ്. ഓക്കെ, ഫസ്റ്റ് കാർഡ് വന്നിട്ട് ഏസ് ഓഫ് പെൻറ്റക്കിൾസിൻ്റെ എനർജിയാണ്. അപ്പോൾ ഇന്നേ ദിവസം നല്ല ഫിനാൻഷ്യൽ ഫ്ലോ ഉള്ളൊരു ദിവസമായിട്ടാണ് കാണുന്നത്. നിങ്ങൾ ഒരുപാട് നാളുകളായിട്ട് കാത്തിരിക്കുന്ന പണമാണ്. നിങ്ങൾ പ്രതീക്ഷിക്കാത്ത സമയത്ത് നിങ്ങളിലേക്ക് പണം വരുന്നു എന്നാണ്. അപ്പോൾ ഇന്ന് നിങ്ങൾ ഈ വീഡിയോ കാണുന്ന സമയമാകുമ്പോഴത്തേക്ക് ഏകദേശം നിങ്ങൾക്ക് പണം വരും, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇന്ന് പണം കിട്ടുമെന്നുള്ളൊരു ധാരണ നിങ്ങളിലേക്ക് വന്നിട്ടുണ്ടാകും. അപ്പോൾ അത് ഒരു ഫിനാൻഷ്യൽ അബണ്ടൻസിൻ്റെ കാർഡാണ് ഏസ് ഓഫ് പെൻറ്റക്കിൾസ് എന്ന് പറയുന്നത്. അതുപോലെ മാനിഫെസ്റ്റേഷൻ്റെയും കൂടെ കാർഡാണ് ഏസ് ഓഫ് പെൻറ്റക്കിൾസ്. ഇത് ഫ്യൂച്ചറിൽ നിങ്ങൾക്ക് പണം കിട്ടാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും ഒരു കാര്യത്തിൽ നിങ്ങളിന്ന് പണം നിക്ഷേപിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ നിങ്ങൾ ഒരു കർഷകൻ ഒരു സീഡ് കുഴിച്ചിടുന്ന പോലെയാണ്. അത് പിന്നെ എപ്പോഴോ ആണ് അത് വിത്ത് വളർന്ന് അതൊരു കൊയ്ത്തൊക്കെ കഴിഞ്ഞ് അതിൻ്റെ ഒരു ഫലം എടുക്കാൻ പറ്റുന്നത്. അപ്പോൾ പിന്നത്തേക്ക് നമുക്ക് ഫിനാൻഷ്യൽ ഫ്യൂച്ചർ ഉണ്ടാക്കി തരുന്ന എന്തോ ഒരു കാര്യത്തിലേക്ക് നിങ്ങൾ ഇന്ന ദിവസം ഇൻവെസ്റ്റ് ചെയ്യാൻ സാധ്യതയുണ്ടെന്നാണ് ഏസ് ഓഫ് പെൻറ്റക്കിൾസ് പറയുന്നത്. ധാരാളമായിട്ട് പണം വരും, മാനിഫെസ്റ്റേഷൻസ് വർക്കാവും എന്നൊക്കെയാണ് പറയുന്നത്. അതുപോലെ നിങ്ങളോട് ആരെങ്കിലും ഒരു നല്ല വാക്ക് പറയുക, നിങ്ങൾക്ക് നല്ല വാക്ക് കിട്ടുക എന്ന് വെച്ചാൽ നമ്മൾ കമ്മിറ്റ്മെൻറ്റ് കിട്ടുക, അതുപോലെ നിങ്ങളെക്കുറിച്ച് നല്ല വാക്ക് പറയുക, ഇതൊക്കെ നിങ്ങൾക്ക് കേൾക്കാനൊക്കെ ഒരു ഭാഗ്യം ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അതാണ് ഏസ് ഓഫ് പെൻറ്റക്കിൾസ് പറയുന്നത്. പിന്നെയെന്ന് പറഞ്ഞാൽ ഗോസിപ്പിംഗ് ഉണ്ടാവുക എന്നൊരു കാര്യമുണ്ട് കേട്ടോ. നല്ല വാക്ക് കേൾക്കുക എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങളെക്കുറിച്ച് നല്ലത് പറയുന്നത് കേൾക്കുക എന്നുമുണ്ട്. അതുപോലെ തന്നെ ഗോസിപ്പിങ്ങിൻ്റെ ഒരു കാർഡും കൂടിയാണ്. അപ്പോൾ നിങ്ങളായിട്ട് ആരെക്കുറിച്ചും ഗോസിപ്പ് പറയാതിരിക്കുക. നിങ്ങൾ ആരുടെയും ഗോസിപ്പ് പറയാനും കേൾക്കാനും പോയിരിക്കേണ്ട. അതുപോലെ ചിലപ്പോൾ നിങ്ങളെക്കുറിച്ചും ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ പറയുന്നുണ്ടെന്ന് നിങ്ങൾക്ക് കേൾക്കാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്കത് ഗോസിപ്പായിട്ട് തോന്നില്ല, നിങ്ങൾക്കത് വളരെ മെറിറ്റായിട്ടായിരിക്കും തോന്നുന്നത്, പക്ഷെ അതൊരു ഗോസിപ്പായിട്ടാണ് കാണുന്നത്. അതാണ് ഏസ് ഓഫ് പെൻറ്റക്കിൾസ് എന്ന് പറയുന്നത്. നമുക്ക് ട്രസ്റ്റ് ഇഷ്യൂസ് വരത്തില്ലേ, ട്രസ്റ്റ് ഇഷ്യൂസ് മറ്റാളുകളോട് നമുക്കൊരു ട്രസ്റ്റ് ഇഷ്യൂ വരുന്നൊരു കാര്യം കൂടി ഏസ് ഓഫ് പെൻറ്റക്കിൾസിൽ പറയുന്നുണ്ട്. മറ്റുള്ളവരോടുള്ള വിശ്വാസത്തിലൊരു കുറവ് വരിക, അങ്ങനെയൊക്കെ കാര്യങ്ങൾ സംഭവിക്കാൻ സാധ്യതയുള്ളതായിട്ട് കാണുന്നുണ്ട്. നെക്സ്റ്റ് 6 ഓഫ് കപ്സ് ആണ്. അപ്പോൾ പഴയ ആളുകളാണ്, റിയൂണിയൻ്റെ കാർഡാണ്. മുമ്പ് നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്ന എന്നാൽ ഇപ്പോൾ ഇല്ലാത്ത, നിങ്ങളിത് അകന്നു പോയിട്ടുള്ള ആളുകൾ നിങ്ങളിലേക്ക് തിരിച്ചു വരുന്നു എന്നാണ് ഈ 6 ഓഫ് കപ്സ് പറയുന്നത്. വളരെ നൊസ്റ്റാൾജിക് ആയിട്ടുള്ള ഓർമ്മകളിലിരിക്കുക, നമ്മൾ കാത്തിരിക്കുന്ന ആളുകളെക്കുറിച്ച് വളരെ നൊസ്റ്റാൾജിക് ആയിട്ട് ചിന്തിക്കുക, ഓർക്കുക, പഴയ ഓർമ്മകളെ താലോലിക്കുക, ഇതൊക്കെയാണ് 6 ഓഫ് കപ്സ് പറയുന്നത്. പിന്നെ നിങ്ങളുടെ പഴയ വീട്ടിലേക്ക് ചെല്ലാൻ, അല്ലെങ്കിൽ ആ വീട്ടിലേക്കോ നാട്ടിലേക്കോ ഒക്കെ തിരിച്ച് ചെല്ലുക, അല്ലെങ്കിൽ അവിടുത്തെ വിശേഷങ്ങൾ കേൾക്കുക, അവിടെ നിന്നുള്ള ആളുകളെ കാണുക, കൂടെ പഠിച്ചവരാകാം, കൂടെ ജോലി ചെയ്തവരാകാം, കൂടെ കളിച്ച് നടന്നിട്ടുള്ളവരാകാം, അവരെക്കുറിച്ചൊക്കെ കാണുക, കേൾക്കുക, അങ്ങനെയുള്ള എന്തെങ്കിലും ഒരു കാര്യം 6 ഓഫ് കപ്സ് കാണുമ്പോൾ പറയുന്നുണ്ട്. പിന്നെ അപ്രതീക്ഷിതമായ ഇടങ്ങളിൽ നിന്ന് സൗഭാഗ്യങ്ങൾ കിട്ടുക, ഒരു സമ്മാനം കിട്ടുക, ഗിഫ്റ്റ് കിട്ടുക, അതൊക്കെ 6 ഓഫ് കപ്പിൽ വരുന്നുണ്ട്. അതുപോലെ നിങ്ങളുടെ ബ്രദർ ആൻഡ് സിസ്റ്റർ അവരിൽ നിന്നൊരു സഹായം കിട്ടുക എന്നുള്ളത് കൂടെയാണ് 6 ഓഫ് കപ്സിൻ്റെ എനർജി പറയുന്നത്. വളരെ നൊസ്റ്റാൾജിക് ആയിരിക്കും, സന്തോഷമുള്ള ഓർമ്മകളിൽ ഇരിക്കുന്നു എന്നാണ്, ഓർക്കുമ്പോൾ വളരെ സന്തോഷം കിട്ടുന്ന ഓർമ്മകളിൽ ഇരിക്കുന്നു എന്നാണ് 6 ഓഫ് കപ്സ് പറയുന്നത്. നെക്സ്റ്റ് 9 ഓഫ് സോഡ്സ് ആണ്. ശരിക്കും നിങ്ങൾക്ക് രാത്രിയിൽ ഉറങ്ങാൻ പറ്റിയിട്ടുണ്ടാവില്ല എന്നാണ്. ചിലപ്പോൾ മേ ബി അത് നിങ്ങളുടെ ശരിക്കും ശാരീരികമായിട്ടുള്ള പ്രശ്നങ്ങൾ കൊണ്ടായിരിക്കാം ചിലപ്പോൾ ഉറങ്ങാതിരിക്കുന്നത്. ചിലപ്പോൾ നിങ്ങൾ മാനസികമായിട്ട് ബുദ്ധിമുട്ടുള്ളത് കൊണ്ടായിരിക്കാം. ചിലപ്പം തലകറക്കമോ അങ്ങനെയുള്ള പ്രശ്നങ്ങൾ. ഈ 9 ഓഫ് സോഡ്സ് പറയുന്നത് തലയുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളാണ്. ചിലപ്പോൾ തലകറക്കമായിരിക്കാം, തലയ്ക്ക് ഹെവിനെസ് ആയിരിക്കാം, തലയ്ക്ക് പ്രശ്നം വന്നിട്ട് വോമിറ്റിംഗ് വരുന്നതായിരിക്കാം, പിന്നെ പനി, ചുമ, ജലദോഷം അങ്ങനെയുള്ള അസുഖങ്ങൾ വന്നിട്ട്, ശ്വാസം മുട്ടൽ പോലുള്ള അസുഖങ്ങൾ വന്നിട്ട് ഉറങ്ങാതിരിക്കുന്നതാവാം, വയറുവേദന വന്നിട്ട് ഉറങ്ങാതിരിക്കുന്നതാവാം. അപ്പോൾ അങ്ങനെയുള്ള പ്രശ്നങ്ങൾ കൊണ്ട് ഒരു പക്ഷേ ഉറങ്ങാതിരിക്കുന്നത് ആയിരിക്കാം. നിങ്ങൾ ഇന്നലെ ഉറങ്ങിയിട്ടുണ്ടാവത്തില്ല, മൂഡ് സ്വിങ്സ് വന്നിട്ട് ഉറങ്ങാതിരിക്കുക, ഉറങ്ങുമ്പോഴേക്കും നിങ്ങൾക്ക് മനസ്സിൽ എന്തോ ഒരു അല്ലാത്ത അകാരണമായ ഭയം വന്നിട്ട് ഉറങ്ങാതിരിക്കുക, പിന്നെ ചിന്തകൾ കൊണ്ട് ഭയങ്കര കലുഷിതമായ ചിന്തകൾ കാരണം ഉറങ്ങാൻ പറ്റാതിരിക്കുക, അങ്ങനെയൊക്കെയുള്ളതാണ് 9 ഓഫ് സോഡ്സ്. ഇപ്പോൾ ഇന്ന് ന്യൂമോണാണ് കഴിഞ്ഞു പോയിക്കൊണ്ടിരിക്കുന്നത്, 2 ദിവസം ന്യൂമോൺ ഉണ്ട്. അപ്പോൾ ഇന്നലെയും ഇന്നും ന്യൂമോണാണ്. അപ്പോൾ
നമുക്ക് ഭയങ്കരമായ മൂഡ് സ്വിങ്സ് വരും. ഭയങ്കര ഒരു വല്ലാത്ത ഫ്ലക്ച്വേറ്റിംഗ് ആയിരിക്കും. ഇമോഷണൽ വേലിയേറ്റം എന്നൊക്കെ പറയുന്ന പോലെയാണ്, വൈകാരിക വേലിയേറ്റം എന്നൊക്കെ പറയുന്ന പോലെയാണ്. വന്നും പോയി ഇങ്ങനെ നമ്മുടെ ഇമോഷൻസ് ഫ്ലക്ച്വേറ്റിംഗ് ആയിട്ടിരിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ മൂഡ് സ്വിങ്സ് കൊണ്ട് ഉറക്കം ഇല്ലാതിരുന്നവരായിരിക്കാം. അപ്പോൾ എന്തായാലും രാത്രിയിൽ ഉറങ്ങിയിട്ടുണ്ടാവില്ല എന്ന് കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെ രാവിലെ എണീക്കുമ്പോൾ ഒരു വല്ലാത്തൊരു നമ്പിനെസ്, വല്ലാത്തൊരു ഹെവിനെസ്, വല്ലാത്തൊരു സ്റ്റക്നെസ് നിങ്ങൾക്ക് ഫീൽ ചെയ്യാൻ സാധ്യതയുണ്ട്. അതാണ് 9 ഓഫ് സോർട്സിൻ്റെ എനർജി പറയുന്നത്. നെക്സ്റ്റ് ഹാങ്ക്ഡ് മാൻ ആണ്. വീണ്ടും തലകറക്കത്തിൻ്റെ കട. തലകറക്കം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഫെയിൻറ്റായി വീഴുക, തലകറക്കം ഉണ്ടാവുക, തലയ്ക്ക് ഹെവിനെസ് ഫീൽ ചെയ്തൊക്കെയാണ് ഹാങ്ക്ഡ് മാൻ. ഞാനിപ്പോൾ തൊട്ട് മുമ്പത്തെ കാർഡിൽ പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ അങ്ങനെയുള്ളൊരു എനർജിയാണ് ഹാങ്ക്ഡ് മാൻ. അതുപോലെ ഒരു തീരുമാനം എടുക്കാൻ പറ്റുന്നില്ല എന്നാണ്. തീരുമാനം എടുക്കുമ്പോൾ നിങ്ങൾക്കത് ശരിയാണോ എന്നുള്ളൊരു തോന്നൽ കൊണ്ട്, നിങ്ങൾ ശരിയാകില്ല എന്നൊരു പേടി കൊണ്ടൊക്കെ നിങ്ങൾ ആ തീരുമാനത്തെ പിന്നത്തേക്ക് മാറ്റി വെക്കുന്നു എന്നാണ്. ഇത് ഭയങ്കരമായ മെൻ്റൽ കോൺഫ്ലിക്റ്റിലിരിക്കുന്ന കുറച്ച് ആളുകളെ കാണാം. അവർക്ക് എന്ത് ചെയ്യണം എന്ന് അറിഞ്ഞൂടാ, എങ്ങനെ മുന്നോട്ട് പോകുമെന്ന് അറിയത്തില്ല, ഭയങ്കര മാനസിക വിഷമമാണ്, സങ്കടമാണ്, സംഘർഷമാണ് മനസ്സിൽ. എന്തെങ്കിലും കടുത്ത കൈകൾ ചെയ്താലോ എന്നൊക്കെ തോന്നുന്ന ഒരു ആളുകളെയൊക്കെ കാണാൻ പറ്റുന്നുണ്ട്. നിങ്ങൾ ഹാങ്ക്ഡ് മാൻ എന്ന് പറഞ്ഞാൽ തന്നെ നമ്മൾ നേരെ നിന്നാൽ പറ്റാത്തത് കൊണ്ട് തലകുത്തി നിൽക്കുക എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ ആ ഒരു അവസ്ഥ എന്ന് പറഞ്ഞാൽ ഭയങ്കര ഭീകരമാണ്. ആ അവസ്ഥയിലൂടെ പോയിട്ടുള്ളവർക്ക് മാത്രമാണ് അതിൻ്റെ ഒരു ഭീകരത മനസ്സിലാവുള്ളൂ. അപ്പോൾ ഈ ഹാങ്ക്ഡ് മാൻ്റെ എനർജി എന്ന് പറയുന്നത് നമ്മുടെ ശരിക്കും പറഞ്ഞാൽ ഒരു നിമിഷത്തെ ചിന്ത കൊണ്ടാണ് ഈ ഹാങ്ക്ഡ് മാൻ്റെ എനർജിയിലേക്കൊക്കെ വരുന്നത്. ആ ഒരു സമയം കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ആ ഫീൽ ഇല്ല. പക്ഷേ ഇതൊന്ന് ഓവർകം ചെയ്ത് കിട്ടാൻ ഭയങ്കര പ്രയാസമാണ്. അപ്പോൾ അങ്ങനെ കലുഷിതമായ സാഹചര്യങ്ങളിൽ നിൽക്കുന്ന കുറച്ച് ആളുകളെ കാണാൻ പറ്റുന്നുണ്ട്. പിന്നെ തീരുമാനം എടുക്കാൻ പറ്റാതെ നിൽക്കുന്ന ആളുകൾ, അവർക്ക് എന്ത് ചെയ്യണമെന്നറിയാം, മുന്നോട്ട് എങ്ങനെ പോകുമെന്നറിയില്ല, ഈ ഒരു നിമിഷം എങ്ങനെ അടുത്തയിലോട്ട് കടത്തി വിടുമെന്നറിയാൻ വയ്യാതെ സ്റ്റക്കായി നിൽക്കുന്ന കുറച്ച് ആളുകളെ കാണാം. കാരണം തീരുമാനത്തിലേക്ക് പോകുമ്പോൾ വേണ്ടാന്ന് വെക്കുമ്പോഴും വേണമെന്ന് വെക്കുമ്പോഴും ഭയങ്കരമായ പെയിൻ അനുഭവപ്പെടുന്നതുകൊണ്ടാണ് ഈ തീരുമാനം എടുക്കാൻ പറ്റാതെ നിൽക്കുന്നത്. അപ്പോൾ പ്രോക്രാസ്റ്റിനേഷൻ ചെയ്യുന്നു എന്നാണ്, പിന്നത്തേക്ക് മാറ്റി വെക്കുന്നു എന്നാണ് ഈ ഹാങ്ക്ഡ് മാൻ പറയുന്നത്. പിന്നൊന്ന്, നമുക്കൊന്നും ചെയ്യാനില്ല, എൻ്റെ പരമാവധി ഞാൻ ചെയ്തു മടുത്തു, ഇനി എനിക്കൊന്നും ചെയ്യാനില്ലാത്ത പക്ഷം നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ നമ്മളത് യൂണിവേഴ്സൽ സറണ്ടർ ചെയ്യുക. എന്നെക്കൊണ്ട് ഇനി ഒന്നും പറ്റൂല, എനിക്ക് വേണ്ടിയിട്ട് നീ ആക്ട് ചെയ്യണം എന്ന് പറഞ്ഞിട്ട് എല്ലാം ഞാൻ സമർപ്പിക്കുന്നു എന്ന് പറഞ്ഞ് കൈ മാറി നിൽക്കാനേ പറ്റുള്ളൂ. അതാണ് ഹാങ്ക്ഡ് മാൻ പറയുന്നത്. പിന്നൊന്ന് സാക്രിഫൈസ് ആണ്. നമുക്ക് കിട്ടില്ല എന്ന് ഉറപ്പായി കഴിഞ്ഞാൽ അവർ പോയിക്കോട്ടെ എന്ന് വെക്കുക. നമുക്ക് വേണ്ട, നമുക്ക് കിട്ടത്തില്ല, അല്ലെങ്കിൽ നമുക്ക് കിട്ടിയിട്ട് പ്രയോജനമില്ല എന്ന് കണ്ടാൽ ആർക്കാണോ പ്രയോജനമുള്ളത് അവരത് കൊണ്ടുപോയിക്കോട്ടെ എന്ന് വിചാരിക്കുക. സാക്രിഫൈസ് ചെയ്ത് കളയുക. അവരുടെ നിവൃത്തികേടുകൊണ്ടായിരിക്കും എന്ന് വിചാരിച്ച് വിട്ടുകൊടുക്കാൻ തയ്യാറാവുക. അതൊക്കെയാണ് ഈ ഹാങ്ക്ഡ് മാൻ പറയുന്നത്. വിട്ടുകൊടുക്കുക, സാക്രിഫൈസ് ചെയ്യുക, സറണ്ടർ ചെയ്യുക, പ്രോക്രാസ്റ്റിനേഷൻ ചെയ്യുക, ടേക്ക് തിങ്സ് ഫ്രം എ ഡിഫറെൻറ്റ് പേഴ്സ്പെക്റ്റീവാണ്. മറ്റൊരു ഭാഗത്ത് നിന്ന് വേറൊരു തലത്തിൽ ചിന്തിക്കുക. അതൊക്കെയാണ് ഈ ഹാങ്ക്ഡ് മാൻ എനർജി പറയുന്നത്. അപ്പോൾ മൊത്തത്തിൽ ഇന്ന് ഒരു ജഗപുകയായിരിക്കും. ഓക്കെ, നെക്സ്റ്റ് 4 ഓഫ് പെൻറ്റക്കിൾസ് ആണ്. അപ്പോൾ ഇതെന്താണെന്ന് വെച്ചാൽ നിങ്ങളെ കൺട്രോൾ ചെയ്ത് വെച്ചിരിക്കുന്ന ആരോ ഉണ്ടെന്നാണ്. നിങ്ങൾ ചിലപ്പോൾ ഹാപ്പി ആയിട്ടിരിക്കാൻ ശ്രമിക്കുന്നുണ്ടായിരിക്കും, പക്ഷേ നിങ്ങൾക്കത് ഹാപ്പി ആകാൻ പറ്റുന്നില്ല. നിങ്ങളിവിടെ വീണ്ടും ഇമോഷണൽ ഈ ടേർബുലൻസിൽ നിൽക്കുന്നതാണ്. ഒരു കൺട്രോളിംഗ് ആണ്, ആ പേരറിയാത്തൊരു കൺട്രോളിംഗ് ആണിത്. നിങ്ങൾക്ക് പാറിപ്പറന്ന് നടക്കണമെന്ന് ആഗ്രഹം ഉണ്ടാവുകയും നിങ്ങളുടെ ഇമോഷൻസ് നിങ്ങളെ വല്ലാതെ ഹോണ്ട് ചെയ്യുകയും ചെയ്യുന്നൊരിതാണ് 4 ഓഫ് പെൻറ്റക്കിൾസ് പറയുന്നത്. നമ്മൾ വിട്ടുകൊടുക്കാൻ തയ്യാറില്ലാതിരിക്കുക, നമ്മളെ ഓപ്പൺ അപ്പ് ആകാതിരിക്കുക, നമ്മളെ തന്നെ കൺട്രോൾ ചെയ്ത് വെക്കുക. ഇതൊക്കെയാണ് 4 ഓഫ് പെൻറ്റക്കിൾസ് പറയുന്നത്. പിന്നെ പിശുക്ക് കാണിക്കുക. സാധനങ്ങളൊക്കെ വാങ്ങിക്കാൻ പോയിട്ട് ഇങ്ങനെ കൊച്ചു കാര്യങ്ങൾ പറഞ്ഞിട്ട് വഴക്കുണ്ടാക്കുക, അവിടെ ഭയങ്കരമായ പിശുക്ക് കാണിക്കുക. ഇതൊക്കെയാണ് 4 ഓഫ് പെൻറ്റക്കിൾസ്. പക്ഷേ കൊച്ചു കാര്യങ്ങൾക്ക് മാത്രമേ ഉള്ളൂ ഈ പറഞ്ഞ പിശുക്ക്. വലിയ കാര്യങ്ങൾക്ക് വേണ്ടി ഇഷ്ടംപോലെ പണം സ്പെൻഡ് ചെയ്യുന്നുണ്ടാവും, അപ്പുറത്തോടെ പൈസ ഇഷ്ടംപോലെ ധാരാളമായിട്ട് പോകുന്നുണ്ടായിരിക്കും, അതൊന്നും ഓർക്കുന്നില്ല. പക്ഷേ ഇപ്പോൾ കൊച്ചു കാര്യങ്ങൾക്ക് മൈസറിനെ പോലെ ഇരിക്കുന്നതാണിത്. പിന്നെയെന്ന് പറഞ്ഞാൽ ആവശ്യമില്ലാത്ത കുറേ കാര്യങ്ങളെ ഹോൾഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്, അതിനെ റിലീസ് ചെയ്ത് കളയണം. നിങ്ങളുടെ പാസ്റ്റ് ആയിരിക്കാം, പാസ്റ്റിലെ ഓർമ്മകളായിരിക്കാം, ചില ആളുകളെക്കുറിച്ചുള്ള ചിന്തകളായിരിക്കാം, അതൊന്നും നിങ്ങൾക്ക് ആവശ്യമില്ല എന്ന് മനസ്സിലാക്കുക, അത് നിങ്ങൾ റിലീസ് ചെയ്ത് കളയാമെന്നാണ്. അപ്പോൾ ഇന്ന ദിവസം അതൊക്കെ റിലീസ് ചെയ്യാൻ നിങ്ങൾ ശ്രമിക്കണം. അങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് ആവശ്യമില്ല എങ്കിൽ അതൊക്കെ വിട്ട് കളയണമെന്നാണ് പറയുന്നത്. ഓക്കെ, അതാണ് 4 ഓഫ് പെൻറ്റക്കിൾസ്. പണത്തിന് കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവാൻ സാധ്യതയുണ്ട് ഈ ദിവസം. കുറച്ച് പേർക്ക് ഇവിടെ ഭയങ്കര അബണ്ടൻസ് കാണുന്നുണ്ട്, കുറച്ച് പേര് ഫിനാൻഷ്യലി കുറച്ച് പേർക്കൊന്ന് ബുദ്ധിമുട്ട് പോലെ തോന്നാൻ സാധ്യതയുണ്ട്. അതാണ് 4 ഓഫ് പെൻറ്റക്കിൾസ് പറയുന്നത്. ഓക്കെ, നിങ്ങൾ നിങ്ങളുടെ വീട്ടിലേക്ക് വേണ്ടിയിട്ടേ എന്ന് വെച്ചാൽ ഫ്യൂച്ചറിലേക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളിൽ ഇൻവെസ്റ്റ് ചെയ്യുകയോ പുതിയ സാധനങ്ങൾ പർച്ചേസ് ചെയ്യുകയൊക്കെ ചെയ്യാൻ സാധ്യതയുണ്ട് കേട്ടോ.
അതും കൂടെ 4 ഓഫ് പെൻറ്റക്കിൾസ് ഉണ്ട്. നെക്സ്റ്റ് 2 ഓഫ് വാൺസ് ആണ്. ഇത് നിങ്ങളൊരു തീരുമാനം എടുക്കാൻ പറ്റാതെ കുഴങ്ങി നിന്നിരുന്ന ആളുകൾ, വേണോ വേണ്ടയോ, മുന്നോട്ട് പോകണോ വേണ്ടയോ എന്നുള്ളൊരു കൺഫ്യൂഷൻ നിന്ന ആളുകൾ ഇന്ന് തീരുമാനം എടുത്ത് മുന്നോട്ട് പോകുന്നതായിട്ടാണ് 2 ഓഫ് വാൺസ് പറയുന്നത്. ചിലപ്പോൾ വിദേശത്തേക്കൊക്കെ പോകാൻ വേണ്ടി കാത്തിരിക്കുന്ന ആളുകളുണ്ടെങ്കിൽ നിങ്ങൾ ഒരുപാട് സെർച്ച് ചെയ്യുന്നുണ്ടായിരിക്കും. എന്താണ് ചെയ്യേണ്ടത്, എങ്ങോട്ടാണ് പോകേണ്ടത്, എങ്ങനെയാണ് വിസ, എങ്ങനെയാണ് അതിൻ്റെ മെഡിക്കൽ, എങ്ങനെയാണ് അതിൻ്റെ ഡ്യൂറേഷൻ, എങ്ങനെയാണ് അപ്പം എഡ്യൂക്കേഷന് വേണ്ടിയിട്ടാണെങ്കിലും ജോലിക്ക് വേണ്ടിയിട്ടാണെങ്കിലും ടെന്യൂർ എങ്ങനെയാണ്, അതൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കുന്നതായിരിക്കും 2 ഓഫ് വാൺസ് പറയുന്നത്. പിന്നെ നിങ്ങൾ ചില ആളുകളെ അന്വേഷിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. ചില ആളുകൾ നിങ്ങളുടെ റീച്ചിൽ നിന്ന് പോയിട്ടുള്ള ചില ആളുകളെ നിങ്ങൾ സെർച്ച് ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട്. അതുപോലെ സോഷ്യൽ മീഡിയയിൽ കുറച്ചധികം സമയം സ്പെൻഡ് ചെയ്യുകയോ ചില ആളുകളെ ചേസ് ചെയ്യുകയൊക്കെ ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട്. അതാണ് 2 ഓഫ് വാൺസ് പറയുന്നത്. സോഷ്യൽ മീഡിയയിൽ എന്തായാലും നിങ്ങൾ കുറച്ചധികം സമയം ഇന്ന ദിവസം സ്പെൻഡ് ചെയ്യാൻ സാധ്യതയുണ്ട്. ഓക്കെ, അതാണ് 2 ഓഫ് വാൺസ്. നെക്സ്റ്റ് 3 ഓഫ് പെൻറ്റക്കിൾസ് ആണ്. ഇന്ന് ചില ആളുകളോടൊപ്പം, നിങ്ങൾ ആഗ്രഹിച്ച ചില ആളുകളോടൊപ്പം ചേർന്ന് പ്രവർത്തിക്കാൻ സാധ്യതയുണ്ട്. ഇത് ചിലപ്പോൾ നിങ്ങൾ കോവർക്കേഴ്സ് ആയിരുന്ന ആളുകളോടൊപ്പം ചേർന്ന് പ്രവർത്തിക്കുന്നതായിരിക്കാം. അവരോട് വീണ്ടും ഒപ്പം ഒരു ടീമായിട്ട് നിൽക്കുക, കൊളാബറേഷൻ ഉണ്ടാവുക. ചിലപ്പോൾ കാണാതിരുന്ന കുറേ ആളുകളെ നിങ്ങൾ കാണുന്നതാവാം. ഇവിടെ നിങ്ങൾ ചേർന്ന് പ്രവർത്തിക്കുന്നു എന്നാണ്, ഒരു ഒത്തുചേരലിൽ പങ്കെടുക്കുന്നു എന്നൊക്കെയാണ് 3 ഓഫ് പെൻറ്റക്കിൾസ് പറയുന്നത്. ഇവിടെ ഒരു ഗൈഡൻസ് കിട്ടാൻ സാധ്യതയുണ്ട്, നിങ്ങളൊരു ഗൈഡൻസ് എടുക്കാൻ സാധ്യതയുണ്ടെന്നാണ് 3 ഓഫ് പെൻറ്റക്കിൾസ് പറയുന്നത്. അതുപോലെ നിങ്ങൾ എന്തെങ്കിലും ഒരു കാര്യം പഠിക്കാൻ പോകുന്നുണ്ടെങ്കിൽ അത് കൂടുതലായിട്ട് അതേ കാര്യത്തിൻ്റെ മാസ്റ്ററൊക്കെ പഠിക്കുക, അതിന് വേണ്ടിയിട്ടുള്ളൊരു തുടക്കമായിട്ടാണ് 3 ഓഫ് പെൻറ്റക്കിൾ പറയുന്നത്. ചിലപ്പോൾ നിങ്ങൾ എവിടെയെങ്കിലും പുതിയ ജോലിക്ക് ജോയിൻ ചെയ്യുക, അവിടെ നിങ്ങൾക്ക് മറ്റാരുടെയെങ്കിലും അസിസ്റ്റൻ്റായിട്ട് നിൽക്കുക, അപ്രൻറ്റീസ്ഷിപ്പിലൊക്കെ നിൽക്കുക, ആ ജോലി കണ്ടുപഠിക്കുക, ഇതൊക്കെയാണ് 3 ഓഫ് പെൻറ്റക്കിൾസ് പറയുന്നത്. പിന്നെ മതപുരോഹിതന്മാരിൽ നിന്നോ സ്പിരിച്വൽ ആയിട്ടുള്ള ആളുകളിൽ നിന്നൊക്കെ ഒരു ഗൈഡൻസ് കിട്ടാനും സാധ്യതയുണ്ട്. അതാണ് 3 ഓഫ് പെൻറ്റക്കിൾസ്. കിങ് ഓഫ് വാൺസ് ആണ്. അപ്പോൾ എന്നും ചെയ്യുന്നതല്ലാത്ത എന്തെങ്കിലും കാര്യങ്ങൾ ഇന്ന ദിവസം ചെയ്യാൻ സാധ്യതയുണ്ട്. അതിലോട്ട് നിങ്ങൾക്കൊരു താല്പര്യമൊക്കെ ഉള്ള കാര്യമായിരിക്കും, പക്ഷെ നിങ്ങൾ ചെയ്ത് നോക്കിയിട്ടില്ല. പക്ഷേ ഇന്ന ദിവസം നിങ്ങളത് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്, ചെയ്ത് നോക്കുന്നുണ്ട്. നിങ്ങളുടെ താല്പര്യമുള്ള ഒരു മേഖലയല്ല, പക്ഷേ നിങ്ങൾ ഇന്ന് ചെയ്ത് നോക്കുന്നതായിട്ട് കാണുന്നുണ്ട്. കിങ് ഓഫ് വാൺസിൻ്റെ എനർജിയാണ്. പിന്നെ ഇന്ന് അല്പസ്വല്പമൊക്കെ വായ്നോട്ടമൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഓക്കെ, എവിടെയെങ്കിലുമൊക്കെ പോയിട്ടേ ആരെങ്കിലുമൊക്കെ ചുമ്മാ വായി നോക്കാം. കിങ് ഓഫ് വാൺസ്. നെക്സ്റ്റ് 10 ഓഫ് കപ്സ് ആണ്. ഫാമിലിയോടൊപ്പം സമയം സ്പെൻഡ് ചെയ്യാനുള്ള സാധ്യതയാണ്. ഫാമിലിയോടൊപ്പം കുറച്ചധികം സമയം സ്പെൻഡ് ചെയ്യുന്നതെന്ന് മാത്രമല്ല, ഹാപ്പി ആയിട്ടിരിക്കുക, അവരോടൊപ്പം പുറത്തു പോവുക എന്നൊക്കെ പറയുന്ന ഒരു എനർജിയാണ് 10 ഓഫ് കപ്സ് പറയുന്നത്. ഇത് ഫാമിലി റീയൂണിയൻ്റെ കാർഡാണ്. നിങ്ങൾ വിദേശത്തുള്ളവരോ അല്ലെങ്കിൽ നാട്ടിൽ തന്നെ ദൂരെ എവിടെയെങ്കിലും ജോലി ചെയ്യുന്നവരോ ഒക്കെ ആണെങ്കിൽ ഇന്ന് നിങ്ങളുടെ ഫാമിലിയോടൊപ്പം നിങ്ങൾക്കൊന്ന് ഒരുമിക്കാനും അവരോടൊപ്പം ചേർന്നിരിക്കാനും ഒക്കെ പറ്റുമെന്നാണ് പറയുന്നത്. ഇനി ഫാമിലി ഇല്ല, എന്നാൽ ഫാമിലി പോലെ ആയിരുന്ന കുറേ ആളുകളുണ്ടെങ്കിൽ നിങ്ങൾക്കും ഒരു റീയൂണിയൻ്റെ കാർഡാണിത്. നിങ്ങൾക്കും ഇന്നേ ദിവസം നിങ്ങളുടെ പാർട്ട്ണറോടൊപ്പം വളരെ ഹാപ്പി ആയിട്ടിരിക്കാനായിട്ട് പറ്റുമെന്നാണ് 10 ഓഫ് കപ്സ് പറയുന്നത്. ഓക്കെ, ലാസ്റ്റ് കാർഡ് വന്നിട്ട് മൂണാണ്. അപ്പം ഞാൻ പറഞ്ഞല്ലോ ന്യൂ മൂൺ ഡേ ആണ്. അപ്പം ഫ്ലക്ച്വേറ്റിംഗ് എനർജീസ് ആണ്, ഫ്ലക്ച്വേറ്റിംഗ് ആയിരിക്കും നിങ്ങളുടെ ഇമോഷൻസ്. അപ്പോൾ മാറി മാറി മൂഡ് സ്വിങ്സ് വന്നുകൊണ്ടിരിക്കും. ഒന്നും പേടിക്കേണ്ട, അത് ന്യൂ മൂൺ വരുന്നത് കൊണ്ടാണ്. ഇമോഷണലി ഭയങ്കരമായിട്ട് ഡാമേജ്ഡ് ആവുന്ന സമയമാണ് ഈ പറഞ്ഞ മൂൺ എനർജി എന്ന് പറയുന്നത്. ഫുൾ മൂൺ ആണെങ്കിലും ന്യൂ മൂൺ ആണെങ്കിലും ഭയങ്കരമായിട്ട് ഇമോഷണൽ ടർബുലൻസ് ഉണ്ടാകുന്ന സമയമാണ്. മൂഡ് സ്വിങ്സ് ഭയങ്കരമായിരിക്കും, നമുക്ക് തന്നെ നമ്മളെ കൺട്രോൾ ചെയ്യാൻ പറ്റത്തില്ല. ചില സമയത്ത് ഭയങ്കര കാം ആൻഡ് ക്വയറ്റ് ആയിരിക്കും, ഓൾ ഓഫ് എ സഡൻ ആയിരിക്കും ദേഷ്യം അരച്ച് വരുന്നതും പെട്ടെന്ന് സ്വഭാവം മാറുന്നതും. അരണ ഓന്തെന്നൊക്കെ പറയത്തില്ലേ, അതുപോലും ഇത്ര വേഗത്തിൽ, അരണയെല്ലാം ഓന്തല്ലേ, ഓന്ത് പോലും ഇത്ര വേഗത്തിൽ നിറം മാറില്ല എന്ന് നമ്മൾ പറയും. അത്ര സ്പീഡിലായിരിക്കും നമുക്ക് ഇമോഷണൽ ചേഞ്ചസ് വരുന്നത്. അപ്പോൾ വളരെയധികം ശ്രദ്ധിക്കുക. നമ്മുടെ ഇമോഷണൽ ചേഞ്ച് വരുന്നത് മറ്റുള്ളവർക്ക് മനസ്സിലാകത്തില്ല. അപ്പോൾ നമ്മളത് പ്രതികരിച്ചതിന് ശേഷമായിരിക്കും അവർക്കും അടികെട്ടിയ പോലെ ആവുന്നത്, പറഞ്ഞു കഴിയുമ്പോഴായിരിക്കും നമുക്കും അടികെട്ടിയ പോലെ ആവുന്നത്. അപ്പോൾ പിന്നെ അത് തിരുത്താൻ പറ്റത്തില്ല. അതുകൊണ്ട് ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യണം. പ്രത്യേകിച്ച് മൂൺ എനർജി ഉള്ളതുകൊണ്ട് ഇമോഷണൽ ടർബുലൻസ് ഉണ്ടാവാൻ സാധ്യതയുണ്ട് കേട്ടോ. പിന്നെ ബോട്ടം നിൽക്കുന്ന പേജ് ഓഫ് പെൻറ്റക്കിൾസ് ആണ്. അപ്പോൾ വീണ്ടും മാനിഫെസ്റ്റേഷൻ്റെ കാർഡാണ്. മണി മാനിഫെസ്റ്റേഷൻ ചെയ്യണം. കുറച്ച് ദിവസം കൊണ്ട് നമുക്ക് ഈ മണി മാനിഫെസ്റ്റേഷൻ്റെ കാർഡ് വരുന്നുണ്ട്. ആർക്കോ വളരെ ഹ്യൂജ് ആയിട്ടുള്ളൊരു എമൗണ്ട് നിങ്ങൾക്ക് വരുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നിങ്ങൾ മണി മാനിഫെസ്റ്റ് ചെയ്യണം എന്നാണ് ഈ പറയുന്നത് കേട്ടോ. നിങ്ങൾ കിട്ടുന്ന പണത്തെ കൃത്യമായി സേവ് ചെയ്യണം, കൃത്യമായി സ്വരുക്കൂട്ടി വെക്കണം, പ്ലാൻ ചെയ്യണം. അതുപോലെ പണം വരുമ്പോൾ അത് എന്ത് ചെയ്യണം എന്നുള്ളതിനെക്കുറിച്ച് വ്യക്തമായ ധാരണ ഉണ്ടായിരിക്കണം. ഒരു ഹ്യൂജ് എമൗണ്ട് ആർക്കോ വരുന്നതായിട്ട് കാണുന്നുണ്ട്. കുറച്ചധികം ദിവസമായിട്ട് നമുക്ക് പേജ് ഓഫ് പെൻറ്റക്കിൾസിൻ്റെ എനർജി കാണിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ആർക്ക് തന്നെ ആയാലും കിട്ടിയ പണം ഏറ്റവും
ഏറ്റവും ഹയസ്റ്റ് എനർജിയാണ് പണം. അത്ര നന്നായിട്ട് എനർജി ഉള്ളവർക്ക് മാത്രമാണ്, ഹൈ വൈബ്രേഷൻ ഉള്ളവർക്ക് മാത്രമാണ് പണം ഇങ്ങനെ ഒരു ചാലകമായിട്ട് നിൽക്കാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ കിട്ടുന്ന അവസരം നന്നായിട്ട് വിനിയോഗിക്കുക. പണം എത്രയും കൂടുതൽ നമ്മളിലേക്ക് വന്ന് നമ്മളിലൂടെ കടന്നു പോകാനായിട്ട് നമ്മൾ അനുവദിക്കുക. വന്ന പണത്തിനും നമ്മളിൽ നിന്ന് പോകുന്ന പണത്തിനും കൃത്യമായി നന്ദി പറയുക, ഗ്രാറ്റിറ്റ്യൂഡ് പറയുക, ഹോപ്പനൊപ്പനോ ചൊല്ലുക പണത്തിന്. കാരണം അതിനോട് നമുക്ക് എന്തെങ്കിലും പാഴ്ക്കർമ്മ ഉണ്ടെങ്കിൽ അത് മാറിപ്പോയാൽ മാത്രമാണ് മണി ബ്ലോക്കേജ് മാറുകയും പിന്നെ പണത്തിൻ്റെ ഒരു ചാലകമായിട്ട് നമ്മൾ നിൽക്കുകയും ചെയ്യുള്ളൂ. പണം എപ്പോഴും ഫ്ലോ ചെയ്യാനുള്ളതാണ്, ഒരിടത്ത് കെട്ടിക്കിടക്കാനുള്ളതല്ല. അതുകൊണ്ട് പണം എപ്പോഴും നമ്മൾ സ്പെൻഡ് ചെയ്തുകൊണ്ടിരിക്കുക. അതിലൊരു പങ്ക് നമ്മൾ ഏൺ ചെയ്യുന്നതിലൊരു ഭാഗം നിങ്ങൾ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും ഒരു പണത്തിന് എന്തെങ്കിലും ഒരു ആവശ്യത്തിന് വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി കൊടുക്കുക. കാരണം നിങ്ങൾ കൊടുക്കുന്നതിൻ്റെ ഇരട്ടിയായിട്ട് നിങ്ങളിലേക്ക് തന്നെ അത് തിരിച്ചു വരും. ഓക്കെ, അതാണ് ഹൈ എനർജി ഓഫ് മണിയുടെ അതിൻ്റെ ഒരു റൂളെന്ന് പറയുന്നത് അതാണ്. നമ്മളൊരു ചാലകം മാത്രമാണ്, ഒരു ഫ്ലോ ചെയ്യാനുള്ളൊരു ചാലകമാണ്, നമ്മളിലൂടെ വന്ന് വേണം അത് അങ്ങനെ പോകാൻ വേണ്ടിയിട്ട്. അപ്പം ആ ഫ്ലോയിങ് എനർജി നമ്മളിലുണ്ടെങ്കിൽ മാത്രമാണ് പണം നമ്മളിലേക്ക് വരുള്ളൂ. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ ജനറൽ ഗൈഡൻസ് എന്ന് പറയുന്നത്. പണം മാനിഫെസ്റ്റ് ചെയ്യണം, ഉറപ്പായിട്ട് നിങ്ങളെല്ലാവരും മാനിഫെസ്റ്റ് ചെയ്യണം. പണം മാനിഫെസ്റ്റ് ചെയ്യുന്നതിൻ്റെ ഒരു കാർഡ്സ് വന്നു തുടങ്ങിയിട്ട് കുറച്ച് ദിവസമായിട്ടുണ്ട്. ഇതൊക്കെ മാനിഫെസ്റ്റേഷൻ്റെ കാർഡാണ്. അതുമല്ല മണിയാണ്, പെൻറ്റക്കിൾസിൻ്റെ കാർഡുമാണ്. പെൻറ്റക്കിൾസിൻ്റെ അബണ്ടൻസിനെ കുറിച്ചും പെൻറ്റക്കിൾസിൻ്റെ മാനിഫെസ്റ്റേഷനെ കുറിച്ചുമാണ് പറയുന്നത്. ഇവിടെ നമ്മൾ പണം മാനിഫെസ്റ്റ് ചെയ്യുന്നതിനെ കുറിച്ച് പറയുന്ന പോലെ തന്നെ നിങ്ങൾ ആരെയും ഒരാളെയും മാനിഫെസ്റ്റ് ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട്. നിങ്ങൾ ഒറ്റക്കാലം നിന്നിട്ട് ഒരാൾക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട്. അതാണ് പേജ് ഓഫ് പെൻറ്റക്കിൾസ് പറയുന്നത്. ഓക്കെ, അപ്പോൾ അതാണ് പേജ് ഓഫ് പെൻറ്റക്കിൾസ്. ഇനി നമുക്ക് ഏഞ്ചൽസ് എന്ത് ഗൈഡൻസ് ആണ് ഇന്ന ദിവസം തരുന്നത് നോക്കാം. ഏഞ്ചൽസിൻ്റെ ഗൈഡൻസ് എന്താണ്? ഏഞ്ചൽസ് തരുന്ന ഗൈഡൻസ് ഇന്നത്തെ ദിവസം എങ്ങനെയാണ് നിങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകേണ്ടതെന്നാണ് ഏഞ്ചൽസ് പറയുന്നത് നോക്കാം. ഒന്നാമത്തെ കാർഡ് വന്നിട്ട് ഇറ്റ് ഈസ് അപ് ടു യു എന്നാണ്. അപ്പോൾ യൂണിവേഴ്സ് നിങ്ങളിൽ സറണ്ടർ ചെയ്തിരിക്കുവാണ്, നിങ്ങൾ എന്താണെന്ന് വെച്ചാൽ ചെയ്തോന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. ഓക്കെ, സെക്കൻഡ് കാർഡ് വന്നിട്ട് പെർഫെക്റ്റ് ടൈമിംഗ് ആണ്, നിങ്ങളുടെ സമയമാണ്, അപ്പോൾ നിങ്ങൾ കൃത്യമായി വിനിയോഗിക്കുക എന്നാണ് സെക്കൻഡ് കാർഡ് പറയുന്നത്. തേർഡ് കാർഡ് പറയുന്നത് എ ഇയർ ഫ്രം നൗ, നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ നിങ്ങൾ വിചാരിക്കുന്ന കാര്യം പൂർണ്ണമായും നടക്കണമെങ്കിൽ അതിന് 1 വർഷം എങ്കിലും ആകും എന്നാണ് പറയുന്നത്. ചില കാര്യങ്ങൾ നമ്മളിൽ നിന്ന് തട്ടിത്തെറിച്ച് പോയിട്ട് നമ്മളത് പെട്ടെന്ന് നമ്മളിലേക്ക് തിരിച്ചു വരണമെന്ന് ആഗ്രഹിക്കും. പക്ഷേ ആ ആഗ്രഹം കൊണ്ട് നമുക്ക് പ്രത്യേകിച്ച് ഒരു പ്രയോജനവുമില്ല. ചിലപ്പോൾ നമ്മുടെ ഭയങ്കരമായ ആഗ്രഹം കണ്ടിട്ട് ദൈവം അത് സാധിച്ചു തന്നിരിക്കും. ആ സാധിച്ചു തരുന്നതുകൊണ്ട് പക്ഷേ നമുക്ക് പ്രയോജനമില്ല. കാരണം അത് ആ പെർഫെക്റ്റ് ടൈമിങ്ങിലല്ല നമ്മളിലേക്ക് അത് വന്നിട്ടുള്ളത്. നമ്മൾ ഡിമാൻഡ് ചെയ്തത് കൊണ്ട് മാത്രം അത് വേഗത്തിൽ നമ്മളിലേക്ക് വന്നിട്ടുള്ളതാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മളിൽ നിന്ന് അത് തട്ടിത്തെറിച്ച് പോകും. അപ്പോൾ അതിലും ഭേദം ആ പെർഫെക്റ്റ് ടൈമിങ്ങിൽ നമുക്കതുമായിട്ടുള്ള എല്ലാ നെഗറ്റീവായിട്ടുള്ള കർമാസും ക്ലിയർ ചെയ്തതിന് ശേഷം മാത്രം അത് നമ്മളിലേക്ക് വരുവാണെങ്കിൽ ഇറ്റ് വിൽ ബി വിത്ത് അസ് ഫോർ ലോങ്. അത് നമ്മുടെ കൂടെ ഒരുപാട് കാലം ഉണ്ടാവും. ഇറ്റ് വിൽ റിമെയിൻ ഹിയർ ഫോർ ലോങ്. നമ്മളോടൊപ്പം നമ്മളോട് ചേർന്ന് അത് ഒരുപാട് കാലം ഉണ്ടാവും, അത് എന്ത് തന്നെ ആയാലും. അപ്പോൾ അതിൻ്റെ സമയത്തിന് വേണ്ടിയിട്ടൊന്ന് വെയിറ്റ് ചെയ്യുക, ധൃതി പിടിച്ചിട്ട് കാര്യമില്ല. എല്ലാത്തിനും ഒരു പെർഫെക്റ്റ് ടൈമിംഗ് ഉണ്ട്. ആ സമയത്തിന് വേണ്ടിയിട്ടൊന്ന് വെയിറ്റ് ചെയ്യുക. ആ സമയത്ത് മാത്രമാണ് അത് നമ്മളിലേക്ക് വന്നാൽ നമുക്കത് വേർത്താവത്തുള്ളൂ. അല്ലാത്ത വശം വന്നതിനേക്കാൾ സ്പീഡിൽ അത് പോകുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അതാണ് ഏഞ്ചൽസ് തരുന്ന ഗൈഡൻസ് എന്ന് പറയുന്നത്. ദെൻ എന്താണ് ലവേഴ്സിനുള്ള ഗൈഡൻസ് നോക്കാം. ലവേഴ്സിന് എന്ത് ഗൈഡൻസ് ആണ് ഇന്നേ ദിവസം ഉള്ളത്? ലവേഴ്സിനുള്ള ഗൈഡൻസ് എന്താണെന്ന് നോക്കാം. ഫസ്റ്റ് കാർഡ് വന്നിട്ട് സെപ്പറേഷനാണ്. ടൈം അപ്പാർട്ട് ഫ്രം യുവർ പാർട്ട്ണർ ഈസ് ഓൺ ദ ഹൊറൈസൺ. ഇപ്പോൾ ഓൾറെഡി നിങ്ങളൊരു സെപ്പറേഷൻ ഫേസിലൊക്കെ ആയിരിക്കും ഓൾറെഡി ഉള്ളത്. അപ്പോൾ അത് ഈ സമയത്ത് ഉണ്ടാവേണ്ടതാണ്. ഓക്കെ, ഇനി കുറച്ച് പേർക്ക് വെഡ്ഡിങ് ആണ്. ദിസ് സിറ്റുവേഷൻ ഇൻവോൾവ്സ് മാരേജ്. കുറച്ച് പേരുടെയൊക്കെ റിലേഷൻഷിപ്പ് ഒരു നെക്സ്റ്റ് ലെവലിലേക്കൊക്കെ അപ്ഗ്രേഡ് ചെയ്യപ്പെടുന്നുണ്ട്, മാരേജിലേക്കൊക്കെ അത് പോകുന്നതായിട്ട് കാണുന്നുണ്ട്. ദെൻ എക്സ്പ്രസ് യുവർ ലവ് ആണ്. ഗോ അഹെഡ് ആൻഡ് മേക്ക് ദ റൊമാൻറ്റിക് ജസ്റ്റേഴ്സ്. നിങ്ങളുടെ സ്നേഹമുണ്ടെങ്കിൽ അത് കയ്യിൽ മനസ്സിൽ വെച്ചിരുന്നാൽ പോലെ അത് എക്സ്പ്രസ് ചെയ്യണം എന്നാണ് പറയുന്നത്. നെക്സ്റ്റ് റിലീജിയസ് ഫാക്ടേഴ്സ് ആണ്. യുവർ ലവ് ലൈഫ് ഈസ് ഇൻഫ്ലുവൻസ്ഡ് ബൈ യുവർ റിലീജിയസ് അപ്ബ്രിങ്ങിങ് ആൻഡ് സ്പിരിച്വൽ പാത്ത്. അതായത് നിങ്ങൾ റിലേഷൻഷിപ്പിലാണെങ്കിൽ നമുക്കൊരിക്കലും പ്രേമം തുറന്നു നോക്കിയിട്ടൊന്നും ഒരാളെ സ്നേഹിക്കാൻ പറ്റൂല. അപ്പോൾ പെട്ടെന്നായിരിക്കും, അതൊക്കെ സ്പോണ്ടേനിയസ് ആയിരിക്കും. ഗ്രാജുവലി, വളരെ ചുരുക്കം ചിലർക്കാണ് ഗ്രാജുവലി പ്രണയം വന്നു ചേരുന്നത്. ബാക്കിയുള്ളവർക്കൊക്കെ സ്പോണ്ടേനിയസ് ആയിരിക്കും. പെട്ടെന്നായിരിക്കും ഓൾ ഓഫ് എ സഡൻ ഇത് വരുന്നു, ആളെ കാണുന്നു, ഒരു ഇൻഫാക്ച്വേഷനിലേക്ക് പോകുന്നു, ഒരു റിലേഷൻഷിപ്പിലാവുന്നു. അതിനൊക്കെ ശേഷമായിരിക്കും
ഒരുപാട് അടുത്തതിന് ശേഷമായിരിക്കും പ്രശ്നമല്ലാതിരുന്ന കാര്യങ്ങളൊക്കെ പ്രശ്നത്തിലേക്ക് വരുന്നത്. നമ്മൾ ഒന്നുമല്ല കുഴപ്പമൊന്നും ഇല്ലാതെ വിചാരിക്കുന്ന ഘടകങ്ങളൊക്കെ ഇതിനകത്ത് വലിയ പ്രശ്നങ്ങളൊക്കെ വരുന്നത് പിന്നീടായിരിക്കും. അപ്പോൾ അതുകൊണ്ടാണ് ഈ റിലീജിയസ് ഫാക്ടേഴ്സ് ഇതിലൊരു പ്രശ്നമായിട്ട് വരുന്നതായിട്ട് കാണുന്നത്. ആദ്യം പ്രണയിക്കുന്ന കാലത്ത് ഇതൊന്നും ഒരു പ്രശ്നം അല്ലാതിരിക്കും, പിന്നെ ഒരു മാരേജിലേക്കൊക്കെ നമ്മൾ മൂവ് ചെയ്യുന്ന സമയത്ത് അതൊക്കെ ഒരു പ്രശ്നമായി വരികയും ചെയ്യുന്ന കുറച്ച് ആളുകളുണ്ട്. അപ്പോൾ എന്തുകൊണ്ട് പ്രണയിച്ചു എന്ന് ചോദിച്ചാൽ അതിന് പ്രത്യേകിച്ച് കാരണമൊന്നുമില്ല. പക്ഷേ എന്തുകൊണ്ട് കല്യാണം കഴിക്കുന്നില്ല എന്ന് ചോദിച്ചാൽ അതിന് ഒരുപാട് കാരണങ്ങൾ ഉണ്ടായിരിക്കുകയും ചെയ്യും. അപ്പോൾ ചില ആളുകളുടെ റിലേഷൻഷിപ്പിൽ റിലീജിയസ് ഫാക്ടേഴ്സ് ഒരു ഘടകമാണെന്നാണ് കാണുന്നത്. ഓക്കെ, അപ്പോൾ ഇതാർക്കാണെന്ന് എനിക്ക് മനസ്സിലായി, ആർക്കാണത് റെസൊണേറ്റ് ആയെന്ന്. അപ്പോൾ ഇതാണ് ഇന്നത്തെ റീഡിങ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. കമൻറ്റ് ചെയ്യാൻ ഇഷ്ടമുള്ളൊരു കമൻറ്റും കൂടെ ചെയ്യണം. ഹൈപ്പ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ സബ്സ്ക്രൈബും കൂടെ ചെയ്യണം. നല്ലൊരു ദിവസം ആശംസിക്കുന്നുണ്ട്. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ.